Hello everyone. നമസ്കാരം. സൗമ്യാസ് ആർട്ട് ഓഫ് കുക്കിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓത്തന്റിക് റെസിപ്പിയാണ്. അതായത് നമ്മുടെ കേരള സ്റ്റൈൽ റെസിപ്പി കേട്ടോ. അതായത് ഇഞ്ചി തൈര്. നമ്മുടെ തറവാട്ടിലൊക്കെ എങ്ങനെ ഇഞ്ചി തൈര് ഉണ്ടാക്കുക ആ ഒരു രീതിക്കാണ് ഞാൻ ഇഞ്ചി തൈര് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. എനിക്കറിയില്ല എല്ലാവരും ഇഞ്ചി തൈര് ഉണ്ടാക്കുന്ന സമയത്ത് ചേന ചേർക്കുമെന്ന്. പക്ഷേ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചേന ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് അരമുറി തേങ്ങ. ഇത് ഞാൻ ജാറിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് മിക്സിയുടെ. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ, പിന്നെ 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഇഞ്ചി, അതായത് ഏകദേശം ഇത്ര നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ പീസാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത്ര എടുത്തിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഒരു ചെറിയ പീസ് ഇത്രയും മതി, അതായത് ഏകദേശം 2 വിരലുടെ വീതിയിൽ ഇത്രയ്ക്ക്. ഓക്കെ. ഇത്രയും ചേന, പിന്നെ ഏകദേശം 1/2 ടീസ്പൂൺ വരുന്ന രീതിയിൽ കടുക്. അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടാം കേട്ടോ. കടുക് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 5-6 മണി ഉലുവ, അതായത് വെന്തയം, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്, അതന്നെ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 5 മിനിറ്റ്സ് റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട്, ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് അരയാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കറവറന്ന് മുറിച്ചിട്ടാൽ മതി. അങ്ങനെ ഇപ്പോൾ ഷേപ്പ് വേണം നിർബന്ധമൊന്നുമില്ല. എന്തായാലും അരച്ചെടുക്കണം. പക്ഷേ അതൊന്ന് ഈവണായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മുറിച്ചിടാന്ന് പറഞ്ഞത്. മുറിച്ചിട്ടില്ല, അപ്പം അങ്ങനെ ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ ഈ പച്ചമുളകിനെ ജസ്റ്റ് ഒന്ന് ഇടുക. ഇനി ഇതിലേക്ക് ഏകദേശം ആവശ്യമുള്ള അത്രയും ഉപ്പ്. ഒരു സാധനം ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നുപോയി, അതായത് തൈര്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും തേങ്ങയൊക്കെ ഇട്ടിട്ടില്ലേ, അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇത് മുഴുവൻ ചേർക്കണ്ട. ആദ്യം അരയ്ക്കാൻ എത്ര വേണോ അത്രയും ചേർത്താൽ മതി. അതിനുശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു കാര്യം ചെയ്യണം. അതായത് ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനൊന്നുമില്ലെങ്കിൽ ഒരു ഫോർക്കിലോ അല്ലെങ്കിൽ ഒരു കത്തിയിലോ മറ്റേ കുത്തിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ഗ്യാസിൽ കാണിച്ച് ചുട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഇത് അത്യാവശ്യം നന്നായി ചുട്ടെടുക്കണം, അല്ലെങ്കിൽ നാക്ക് ചൊറിയും. സാധാരണ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടിരിക്കണേ. ഇതല്ലാതെ നമ്മൾ ചേന ചേർക്കാതെയും ഇഞ്ചിത്തൈര് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു ഓത്തൻറ്റിക് രീതിയിലുള്ള ഒരു സംഭവമാണ്. ഒരു 2-3 മിനിറ്റൊക്കെ പിടിച്ചു നിൽക്കേണ്ടി വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടുപ്പിലിട്ട് ചുടുകയാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായി. നമ്മൾ അടുപ്പിലിട്ട് ചുടാൻ പറ്റാണ്ടാവുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനു വേണ്ടി അടുപ്പ് കത്തിക്കാന്നൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാണ്. സാധാരണ നമ്മൾ ശ്രാദ്ധം സമയത്താണ് ഇഞ്ചി തൈര് ഉണ്ടാക്കുക. അതായത് ശ്രാദ്ധത്തിന് ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ തറവാട്ടിൽ ഇഞ്ചി തൈര ഉണ്ടാക്കുക, അല്ലാണ്ട് ഇഞ്ചി പുളിയല്ല ഉണ്ടാക്കുക. നമ്മൾ അല്ലാത്തപ്പോഴും ഇഞ്ചി തൈരൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറിനൂടെ കഴിക്കും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാത്വിക് ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. വയറ്റിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിലൊക്കെ പോവും ഇഞ്ചി തൈര് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം അത് ഇഞ്ചിയാണല്ലോ, നമ്മൾ ഓൾമോസ്റ്റ് പച്ചക്ക് തന്നെയാണ് ഇഞ്ചി കഴിക്കുന്നത്. പക്ഷെ പച്ചക്കാണ് കഴിക്കണമെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല. അങ്ങനെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ആയ ശേഷം ഇതിൻ്റെ ഈ കറുപ്പ് നിറവുണ്ടല്ലോ അതൊന്ന് മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ഇഞ്ചി തൈര് ഉണ്ടാവും. ഈ കറുപ്പൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ഈ ബ്ലാക്ക് കളർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം മുറിച്ച് കളഞ്ഞേക്കൂ. ഓക്കെ.
അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ കരിക്കണ്ട. ഞാനപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഞാനിതിനെ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. ഇതിൻ്റെ ബ്ലാക്ക് കളർ പോകണ്ട നോക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങൾ ഒന്ന് മുറിച്ച് കളയണം കേട്ടോ. അപ്പോൾ നോക്കട്ടെ. ഇത് കണ്ടോ, അതിൻ്റെ ബ്ലാക്ക് കളർ മുഴുവൻ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടിയിട്ട് ഒന്ന് കൈ കൊണ്ട് പൊട്ടിച്ചാൽ വരും കേട്ടോ. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വൈറ്റ് കളറിലായിരിക്കുക ഇഞ്ചി തൈര് കേട്ടോ. ഞാനിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇഞ്ചി തൈര് പറയാൻ നമ്മളെ ഇഞ്ചിപ്പൊടി പോലെ കുറച്ച് തന്നെ എടുത്ത് കഴിക്കുള്ളൂ. അപ്പോൾ അതിന് കുറേ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കട്ടിക്ക് വിളമ്പുന്നൊരു സംഭവമാണ് കേട്ടോ ഇഞ്ചി തൈര്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഒഴിക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുട്ടി പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിന് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മുടെ ശരിക്കും ആ ഓത്തൻറ്റിക് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഞാൻ ഒരുമിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കടുകിട്ടിട്ട് ഉലുവിട്ട് കൊടുക്കുകയും ചെയ്യാം. അത് കരിഞ്ഞ് പോകുന്ന പേടിയുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഫ്ലെയിം ലേശം ചുറ്റി കൊടുക്കണം, നല്ലതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊട്ടിച്ചിട്ടിട്ട് എനിക്കുണ്ടല്ലോ സ്പൂണിനെക്കാട്ടിലും എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സാണ് കുക്കിങ്ങിലെങ്കിൽ ഇങ്ങനെ ഞാൻ കാണിക്കുന്ന മാതിരി കാണിക്കരുത്. ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുക്കണം നല്ലത് കേട്ടോ. അപ്പോൾ മതി, ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇഞ്ചി തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി തൈര് നമ്മൾ വേവിക്കുകയില്ല കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി തൈര് റെഡി. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഞ്ചി തൈരിൻ്റെ പരിപാടി. എത്ര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ. ഇതാണ് ഇഞ്ചിത്തൈരിൻ്റെ ക്ലോസ് വ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം. ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇതാണ് ക്ലോസ് വ്യൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് എന്തായാലും ഉണ്ടാക്കി നോക്കണം, മിസ് ചെയ്യരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഞാനിപ്പോൾ ഇത് കണ്ടോ, ആ ബ്ലാക്ക് വശത്ത് വരുന്നതൊക്കെ അത് ഞാൻ കത്തി കുത്തിയതിൻ്റെ പാടാണ്. ഇത്രയും മതി. ഇനിയിപ്പോൾ കരിക്കണ്ട. ഞാനപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതിനെ ഞാനിതിനെ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം.